പ്രതീകാത്മകമായി നമ്മൾ തിരിയെല്ലാം പിടിച്ച് ഇങ്ങോട്ട് വന്ന് ഈ വാതിൽ മുട്ടി വാതിലുകളെ ശിരസ്സുയർത്തുവിനെന്ന സങ്കീർത്തനം ചൊല്ലി അകത്തേക്ക് കടന്നത് പ്രതീകാത്മകമാണ്. നമ്മളൊക്കെ അന്വേഷിച്ച് പോവുകയാണ് കല്ലറ തേടി. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രസംഗകനായ ഫുൾട്ടൻ ജേഷീൻ കല്ലറയെക്കുറിച്ച് പറയുന്നത് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഇപ്രകാരമാണ്: ദ ഗ്രേറ്റസ്റ്റ് വൂണ്ട് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഏറ്റവും വലിയ മുറിവ് എന്ന്. അതിൻ്റെ പേര്. അതിൽ ചില ശാസ്ത്രജ്ഞന്മാർ കൂടി ചില കണ്ടുപിടുത്തങ്ങൾ നടത്തി ജെറൂസലമിലെ ഒരു കല്ലറ കണ്ടുപിടിക്കുകയും ആ കല്ലറയിൽ 2000 വർഷം പഴക്കമുള്ള 33 വയസ്സ് പ്രായമുള്ള ഒരു യഹൂദ യുവാവിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കണ്ടു. എന്നിട്ട് പ്രഖ്യാപിച്ചു ശാസ്ത്രജ്ഞന്മാർ, യേശു മരിച്ചിട്ടില്ല, യേശു മരിച്ചു എന്നാൽ ഉത്ഥാനം ചെയ്തിട്ടില്ല, യേശുവിൻ്റെ ഭൗതിക ശരീരം കണ്ടെത്തിയെന്ന്. ഉടനെ തന്നെ ലോകം മുഴുവൻ അന്ധകാരത്തിലാകുകയാണ്. അതുവരെ വിശ്വസിച്ചിരുന്ന എല്ലാ വിശ്വാസ സത്യങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു പ്രഖ്യാപനം, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, മരിച്ച് കബറടക്കപ്പെട്ടു എന്നതാണ് അതിൻ്റെ ചിത്രീകരണം അല്ലെങ്കിൽ പ്രമേയം. ഉടനെ തന്നെ വൈദികരില്ലാതായി, കന്യാസ്ത്രീകളില്ലാതായി. കാരണം ഇനി എന്തിനാ വിശ്വസിക്കുന്നത്? അവരുടെ മനസ്സിൽ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായം 14-ാം വാക്യമാണ്. അതെന്താണ്? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളുടെ എല്ലാം അടിസ്ഥാനം യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ശൂന്യമായ കല്ലറയാണ്. ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് നമ്മുടെ ചുറ്റുപാടുമുള്ള, ചിലപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്ന ചിലർ പറയും, എന്തിനാ ജീവിക്കുന്നത്? മരിക്കാനായി ജനിച്ചവൻ ഞാൻ. 6 അടി മണ്ണോടുകൂടി എല്ലാം തീരും. അങ്ങനെ വിശ്വസിച്ചവർ യേശുവിൻ്റെ ശിക്ഷയിലുണ്ടായിരുന്നു. കബറടക്കപ്പെട്ടപ്പോൾ എല്ലാം കഴിഞ്ഞു. അതുകൊണ്ടാണ് എമ്മാവുസിലേക്ക് ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് പോലെ എമ്മാവുസിലേക്ക് 2 ശിഷ്യന്മാരെ എല്ലാം നിരാശരായി, മ്ലാനവതരായി, ഭോഷന്മാരായി ഇറങ്ങി തിരിച്ചത്. യേശു ഉയർത്തെഴുന്നേറ്റുവോ? ഇന്നും സംശയിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഇവിടെയാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണം. ദുഃഖവെള്ളിയാഴ്ചകൾ ജീവിതത്തിൽ ധാരാളമുണ്ട്. ഈ ദുഃഖവെള്ളിയാഴ്ചകളോടുകൂടി തന്നെ എല്ലാം അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ, മരണത്തോടുകൂടി എല്ലാം കഴിയുന്നു എന്ന് ചിന്തിക്കുന്നവർ, അവിടെയാണ് തിരുനാളിൽ മരണത്തെ തോൽപ്പിച്ചവനെ കുറിച്ച് ഓർക്കുന്നത്. അവിടെയാണ് കുരിശ് കിരീടമായി തീരുമെന്നുള്ള ചിന്ത. അവിടെയാണ് ത്യാഗം സ്നേഹമായി, വിജയമായി, സന്തോഷമായി മാറുമെന്ന് പറഞ്ഞത്. അവിടെയാണ് യേശു നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അതാണ് യേശു മുൻകൂട്ടി പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീ ആദ്യം കരയുന്നു, ദുഃഖിക്കുന്നു, എന്നാൽ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അവൾ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെയാണ് യേശു യോഹന്നാന്റെ സുവിശേഷം 12:24 ഗോതമ്പ് മണി നിലത്ത് വീഴുമ്പോൾ അത് അഴിയുന്നു, എന്നാൽ അത് അഴിഞ്ഞു കഴിയുമ്പോൾ പുതുജീവനെടുത്ത് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെയാണ് യേശു ദേവാലയം ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3-ാം ദിവസം അത് പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെയാണ് യോനാ പ്രവാചകൻ 3-ാം ദിവസം തിമ്മിങ്കലത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഛർദ്ദിച്ചിട്ടപ്പോൾ അതിൻ്റെ പ്രതീകാത്മകത മരണത്തെ തോൽപ്പിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. 3-ാം ദിവസം മുൻകൂട്ടി പ്രവചിച്ചതുപോലെ യേശു ഉയർത്തെഴുന്നേറ്റു. ആ സ്ത്രീകൾ പോയത് മുഴുവൻ വിശ്വാസത്തോടെയല്ല. യേശു മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. മത്തായി സുവിശേഷം 16, 17, 20 എനിക്ക് ജെറൂസലമിലേക്ക് പോകണം, അവിടെ പീഡകൾ സഹിക്കണം,
മരിക്കണം, എന്നാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. വ്യക്തമായി സംശയമില്ലാതെ യേശു പഠിപ്പിച്ചിരുന്നു. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ പലപ്പോഴും ശൂന്യമായ കല്ലറയാണ് അവർ കാണുന്നത്. ഇന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ കേട്ടതുപോലെ ആ സ്ത്രീകൾ അവിടെ ചെന്നപ്പോൾ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. മാലാഖ അവിടെ ഇരിക്കുന്നു. അവരോട് ചോദിച്ചു, ആരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അരുൾ ചെയ്തതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ എന്തിനും മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്നാണ്. നമ്മൾ എന്തിനു ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവൻ മണ്ണായി തീരും, പദാർത്ഥമാണ്, അതുകൊണ്ട് മണ്ണായി തീരാനാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തിനു ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ജീവശ്വാസം നൽകി മനുഷ്യൻ, അവൻ ജീവിയാണ്, ജന്തുവാണ്, മൃഗമാണ്. നമുക്കെല്ലാവർക്കും മൃഗത്തിൻ്റെ തൃഷ്ണകളുണ്ട്. മൃഗീയ ജീവിതം നയിക്കാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ മൃഗത്തെ പോലെ ജീവിക്കാൻ എന്ന് പറയുന്നവർ നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട്. തിന്നാൻ വേണ്ടി, ജടിക സുഖത്തിന് വേണ്ടി, വിശ്രമിക്കാൻ വേണ്ടി, പരസ്പരം കലഹിക്കാൻ വേണ്ടി, പിടിച്ചടക്കാൻ വേണ്ടി ഈ ചിന്തകളുള്ള മനുഷ്യരുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ ആ മനുഷ്യനെ അവന് ബുദ്ധി കൊടുത്തു. നന്മതന്മകളുടെ വൃക്ഷത്തിന് മുമ്പിൽ നിർത്തി അവന് ബുദ്ധി കൊടുത്തുകൊണ്ട് പറഞ്ഞു, നീ ബുദ്ധിയുള്ള മൃഗമാണ്. ഇതുപോലെ എല്ലാം യുക്തി കൊണ്ട് മനസ്സിലാകുന്നത് മാത്രമേ സത്യമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് യേശുവിൻ്റെ മരണത്തെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ച് മനസ്സിലാവില്ല. യുക്തിവാദികളായി, നിരീശ്വരവാദികളായി, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരായി, ദൈവം പറഞ്ഞ വാക്കുകൾ മനസ്സിലാക്കാത്തവരായി ഒത്തിരി പേരുണ്ട്. അവിടെയാണ് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. മനുഷ്യന് ബുദ്ധിശക്തി മൃഗങ്ങളുടേതായ പഞ്ചേന്ദ്രിയങ്ങൾ മാത്രമല്ല, യുക്തിവാദികളുടെ യുക്തി മാത്രമല്ല, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട വചനത്തിൽ വിശ്വസിക്കുമ്പോഴേ ഇതെല്ലാം മനസ്സിലാകൂ. ആ സ്ത്രീകളോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞപ്പോൾ അവർ മനസ്സിലായി, വിശ്വസിച്ചു. അവരോട് പോയി പറയുക. പത്രോസും യോഹന്നാനും കൂടി പോയി. യോഹന്നാൻ ആദ്യം ചെന്നെങ്കിലും പത്രോസ് അവിടെ നിന്നു. പത്രോസ് അകത്ത് കടന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് കല്ലറ ശൂന്യമാണ്. യേശുവിനെ പൊതിഞ്ഞിരുന്ന ശീലയും തലയിൽ കെട്ടിയിരുന്ന തുവാലയും മറ്റുമൊക്കെ മാറിക്കിടക്കുന്നു. യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഇന്ന് നമ്മളോട് പറയുന്നത്, ദൈവത്തിൻ്റെ വെളിപാടിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ സ്ത്രീകളെ പോലെ, യോഹന്നാനെ പോലെ, പത്രോസിനെ പോലെ, ശിഷ്യന്മാരെ പോലെ യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് പറയലാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ എമ്മാവ് ശിഷ്യന്മാര് ഈ വിശ്വാസമില്ലാതെ പോയപ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നപ്പോൾ അവർ തിരിച്ചു നടന്നു. ജെറൂസലേമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ലൂക്ക 24-ാമത്തെ അധ്യായം 30 മുതലുള്ള വാക്യങ്ങളിൽ 34-ാം വാക്യത്തിൽ പ്രത്യേകിച്ചും പറയുകയാണ്, കൂട്ടായ്മയിൽ വന്നപ്പോൾ യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വാസം പ്രഖ്യാപിക്കലാണ്. ഇന്ന് ഈ വിശ്വാസം പ്രഖ്യാപിക്കാനാണ് നമ്മെ എല്ലാവരെയും ക്ഷണിക്കുന്നത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാകുമായിരുന്നു. ഇന്നത്തെ 3-ാമത്തെ വായനയിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-6 അധ്യായങ്ങളിൽ യേശു പറയുകയാണ്, പൗലോസ്ലീഹ പറയുകയാണ്, നമ്മൾ പാപത്തിന് മരിച്ച് യേശുവിനോട് കൂടി ഉയർത്തെഴുന്നേൽക്കണം. അതാണ് ക്രൈസ്തവ ജീവിതം. എന്തിന് നീ ജീവിക്കുന്ന എന്ന ചോദ്യത്തിന് ഉത്തരമാണ് യേശുവിൻ്റെ ഉത്ഥാനം. അതിനൊരു യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തിൽ നിങ്ങളുമായിരിക്കണം, പീഡകൾ സഹിക്കണം, മരിക്കണം, ഉത്ഥാനം ചെയ്യണം,
അത് കഴിഞ്ഞ് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് യേശു പറഞ്ഞു, ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. തോമാസ്ലിഹയ്ക്ക് മനസ്സിലായില്ല. ചോദിച്ചു, നീ എവിടേക്കാ പോണേ? പിന്നെയാണ് വഴി അറിയുക. അവിടെയാണ് യേശു പറയുന്നത് യോഹന്നാൻ 14:6, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യമായി ജീവിക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ ജീവനുമാകും. 3 പേരെ യേശു ഉയർപ്പിച്ചു. അതിനൊരുക്കമായി യേശു മുൻകൂട്ടി പ്രവചിച്ചതിൻ്റെ തെളിവായിട്ട് നായും വിധവയുടെ മകനെ, യായിരസിൻ്റെ മകളെ ലാസറിന് ഉയർപ്പിച്ചു. എന്നിട്ടും വിശ്വസിക്കാത്തവരുണ്ട്. പക്ഷേ ഉയർത്തെഴുന്നേറ്റ് യേശു ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ അവരോടൊപ്പം ഗലീലി കടൽ തീരത്ത് ഭക്ഷണം കഴിക്കുകയാണ്. ശിഷ്യന്മാർ അവൻ്റെ പാദങ്ങൾ പിടിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വിശ്വാസ സത്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ആദ്യത്തെ ക്രിസ്ത്യാനികൾ അവരുടെ ഏറ്റവും വലിയ അഭിസംബോധന, ആശംസ, യേശു ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റു, ക്രിസ്തോസ് അനസ്തേ അലേത്തോസ് അനസ്തേ. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആശംസ മറുപടി പറഞ്ഞത് എന്താണ്? ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റു, ക്രിസ്തോസ് അനസ്തേ അലേത്തോസ് അനസ്തേ. അത് ഹീബ്രു വാക്കാ. അതുകൊണ്ട് ആദ്യത്തെ ക്രിസ്ത്യാനികളെ വിളിച്ച പേര് എന്താണെന്ന് അറിയാമോ? ആദ്യത്തെ ക്രിസ്ത്യാനികൾ ആദ്യമായി അവർ ക്രിസ്ത്യാനികളെന്ന് പറയപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരെ വിളിച്ചിരുന്ന പേരറിയാമോ? അതാകാനാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈസ്റ്റർ ജനത. അവരുടെ വിശ്വാസത്തിന് ആദ്യത്തെ ക്രിസ്ത്യാനികളുടെ അടിത്തറ ഈസ്റ്റർ ജനത. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ പരസ്പരം പറഞ്ഞത് ഈ സമാധാനം കിട്ടണമെങ്കിൽ ഒരൊറ്റ അടിസ്ഥാനമേ ഉള്ളൂ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർപ്പ് തിരുനാളിൽ ആശംസകൾ പരസ്പരം നേരുമ്പോൾ ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈസ്റ്റർ ജനതയാകാനാണ്. ഈസ്റ്റർ ജനതയുടെ ലക്ഷണങ്ങൾ സംക്ഷിപ്തമായി ഞാൻ പറയുകയാണ്. ഒന്നാമത്തേത്, ഈസ്റ്റർ ജനത വിശ്വാസമുള്ളവരാകണം. നമുക്ക് യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാം. ആ സ്ത്രീകളെ പോലെ, പത്രോസിനെ പോലെ, യോഹന്നാനെ പോലെ വിശ്വസിക്കണം. രണ്ടാമതായിട്ട്, നമുക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകണം. ആദ്യത്തെ ക്രിസ്ത്യാനികൾ എന്തിന് ജീവിക്കുന്നെന്ന ചോദ്യത്തിന് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ പക്കലെത്തുന്നില്ല, അതുകൊണ്ട് ക്രിസ്തു വഴിയാണ് പിതാവിൻ്റെ പക്കലെത്തുക, ഞാൻ പിതാവിൻ്റെ പക്കൽ സ്വർഗത്തിൽ എത്തിച്ചേരലാണ് ലക്ഷ്യം എന്നുള്ള ബോധ്യവും ബോധവും നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നാം മാർഗക്കാരാകണം. ഞാനാണ് വഴി. യേശുവാകുന്ന വഴിയിലൂടെ ചരിക്കുന്ന മാർഗക്കാരൻ, മാർഗവാസി, അങ്ങനെ ആകാനാണ് ആദ്യത്തെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞത്. അത് നമ്മൾ ആകണം. ആദ്യത്തെ ക്രിസ്ത്യാനികളുടെ ലക്ഷണം, ഈസ്റ്റർ ജനതയുടെ ലക്ഷണം അപ്പസ്തോല പ്രവർത്തനത്തിൽ 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവർക്ക് ഒരാത്മാവും ഒരു ഹൃദയവുമായിരുന്നു. ഈ ഇടവക, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഇടവക, നമ്മുടെ നാട്, നമുക്ക് ഒരു ആത്മാവും ഒരു ഹൃദയവുമുള്ള, സ്നേഹമുള്ള ഒരു ജനതയാകണം. ആദ്യത്തെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞത് എങ്ങനെ നോക്കൂ. ആ ക്രിസ്ത്യാനികൾ എന്തുമാത്രമാണ് പരസ്പരം സ്നേഹിക്കുന്നതെന്ന്.
ആദ്യത്തെ ക്രിസ്ത്യാനികളുടെ ലക്ഷണം അപ്പോസ്തല പ്രവൃത്തി 2:42 4 കാര്യങ്ങളിൽ താല്പര്യപൂർവ്വം പങ്കെടുത്ത ജനതയാകണം. ഈസ്റ്റർ ജനതയാകണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാ? അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ ജാഗരൂകരായിരുന്നു. അവർ മത്തായിയുടെ സുവിശേഷത്തിലെ 18:20 വായിക്കുന്ന പോലെ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ യേശുവുണ്ട്, വീട്ടിലും എവിടെയാണെങ്കിലും ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്, കൂടെയുണ്ട്. എമ്മാവ് ശിഷ്യന്മാരെ എന്ന പോലെ അവർക്ക് ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് എത്ര പ്രതിസന്ധി വന്നാലും പേടിയില്ല, ക്രിസ്തു കൂടെയുണ്ട്. ക്രിസ്തു എന്നെ നയിക്കുന്നത് പിതാവിൻ്റെ പക്കലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. തോമസ് ലീഹായുടെ ഭാരതത്തിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ മാർഗംകളിപ്പാട്ടിൽ പാടുന്നൊരു പാട്ടുണ്ട്. തോമസ് ലീഹ പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ഞാൻ തന്നെയാണ്, അവിടെ ഹിന്ദു എന്നുള്ള നാട്ടിൽ പ്രശ്നങ്ങളാണ്. തോമായോട് യേശു പറയുന്നു, നീ ഒരുവൻ താൻ എന്നൊരു ചിന്ത നിനക്കുള്ളിൽ അഴൽ വേണ്ട, നിന്നോട് കൂടെ ഞാനുമുണ്ട് കൂട്ട്, നീ പോകും നാടതിലെല്ലാം എന്ന് മാർഗംകളിപ്പാട്ടിൽ തോമസ് ലീഹായോട് പറഞ്ഞതുപോലെ നമുക്ക് ബോധ്യമുണ്ടാകണം. ഈസ്റ്റർ ജനതയുടെ ബോധ്യം, എൻ്റെ കൂടെ യേശുവുണ്ട്. ഐസയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ 43 പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അതാണ് മത്തായി സുവിശേഷത്തിലെ 28-ാമത്തെ അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ പറഞ്ഞത്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. ഉത്ഥിതനായ യേശു ഇന്നും ജീവിക്കുന്നു, നമ്മോടുകൂടി ജീവിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടാകണം. ഈസ്റ്റർ ജനത, അവരുടെ ഇടയിൽ മുട്ടുപാടുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല, അവർ പരസ്പരം പങ്കുവെച്ചു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായം 40-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അതാണ് ഈസ്റ്റർ ജനതയുടെ ലക്ഷണങ്ങൾ. പരസ്പരം സഹായിക്കുന്ന, പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന, പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു ജനത. അങ്ങനെയാണെങ്കിൽ ഈസ്റ്റർ ജനതയാകാനുള്ള ക്ഷണമാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത്. ആ ഈസ്റ്റർ ജനതയിലെ ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് ഓർക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുക. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തിയെ അവിടെ കണ്ടില്ല. ആള് സെഹിയോൻ ശാലയിൽ പേടിച്ചു പോയ ശിഷ്യന്മാരെ എല്ലാവരും അപ്പോസ്തല പ്രവർത്തനം 1:14 വായിക്കുന്ന പോലെ കൂട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അതാരാണെന്ന് അറിയാമോ? യേശുവിൻ്റെ വാക്കുകൾ പൂർണ്ണമായും വിശ്വസിച്ച, ലൂക്കായുടെ സുവിശേഷം 1:45 എലിസബത്ത് പറഞ്ഞതുപോലെ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യമെന്ന് പറഞ്ഞ വ്യക്തിക്ക് യേശുവിൻ്റെ മരണത്തിൽ വേദനയുണ്ട്, പക്ഷേ വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ആ യേശു, ഉത്ഥിതനായ യേശുവിൽ പ്രത്യാശ അർപ്പിച്ച് സഹരക്ഷകയായി പേടിച്ചേരേണ്ട എല്ലാവരും ഒരുമിച്ച് കൂടി ആദ്യത്തെ ക്രൈസ്തവ സമൂഹമാക്കി അവർ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. എന്തിന്? ക്രിസ്തു വാഗ്ദാനം ചെയ്ത ആത്മാവിനെ സ്വീകരിച്ച് ശക്തി ആർജിച്ച് നിങ്ങൾ പോകുവിൻ, ഭയപ്പെടേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് യേശുവിൻ്റെ ഈ വാഗ്ദാനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ, പ്രത്യാശയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, വിജയത്തിൻ്റെ വ്യക്തികളാകാം. യേശുവിൻ്റെ രൂപത്തിലേക്ക് നോക്കുക. പക്ഷേ ഉത്ഥിതനായ യേശു ഇതാ വിജയശ്രീലാളിതനായിരിക്കുകയാണ്. നമ്മുടെ പള്ളികളിൽ പണ്ടൊക്കെ ചിലപ്പോൾ ഇന്ന് ലൂർദ് പള്ളിയിൽ മുട്ട വിതരണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ചെയ്യാറുണ്ട്. പ്രതീകമാണ് പുതുജീവന്, അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. ഇതാ ഒരു പുതിയ മനുഷ്യ, പുതിയ ജീവനോട് വരികയാണ്. പണ്ട് കാലത്ത് പള്ളികളിൽ എടനയില വിതറാറുണ്ട്, കാരണം അത് പുതുജീവനെ കാണിക്കുന്നതാണ്. നമുക്ക് ഈ തീ കത്തിക്കുന്നുണ്ട്, പുത്തൻ തീ. ഇത് നമുക്ക് പ്രകാശമാണ്. യേശു ഉയർത്തെഴുന്നേറ്റത് യോഹന്നാൻ 8:31-32 വായിക്കുന്ന പോലെ, 8:12 വായിക്കുന്ന പോലെ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയില്ല. നമുക്കൊക്കെ തീ, ദീപം, ഒരു പുതിയ മനുഷ്യനായി തീരുകയാണ്. യേശു വാഗ്ദാനം ചെയ്ത ആ സമാധാനം നമുക്ക് സ്വീകരിക്കാം. യേശു ശിഷ്യന്മാരെ കണ്ടപ്പോൾ പലപ്പോഴും ആവർത്തിച്ച വാക്കുകളുണ്ട്. ഒന്ന്, ഭയപ്പെടേണ്ട.
2, നിങ്ങൾക്ക് സമാധാനം. ഈ വാക്കുകൾ നമുക്ക് സ്വീകരിക്കാം. ഈ തിരുനാളിൽ നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ദുഃഖവെള്ളിയാഴ്ചകൾ കടന്നു പോകും. നമുക്ക് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. നമ്മുടെ സഭ, കർത്താവ് നയിക്കുന്ന സഭ, തീർച്ചയായും അത് മുന്നോട്ട് പോകും. ഭയപ്പെടാനില്ല. അവിടുന്ന് ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ ആശീർവാദ പ്രാർത്ഥനകൾ, ഉത്യൻ്റെ ആശീർവാദ പ്രാർത്ഥനകൾ ഞങ്ങൾ സ്വീകരിച്ചു. ഇനി അവിടുത്തെ സ്നേഹത്തിൻ്റെ കൂദാശ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വളരെയേറെ പ്രതിസന്ധികളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരു ഉത്ഥാനം നൽകണമേ, പുതുജീവൻ നൽകണമേ. ഞങ്ങളുടെ ജീവിതം യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ ഈസ്റ്റർ ജനതയാകാൻ, ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിത സാക്ഷ്യം വഹിക്കുന്ന, എവിടെയും ഏത് സാഹചര്യത്തിലും യേശുവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ഉത്തമ ക്രൈസ്തവരായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആദ്യത്തെ ക്രിസ്ത്യാനികളെ പോലെ വിശ്വാസമുള്ള, സ്നേഹമുള്ള, ഐക്യമുള്ള, സമാധാനമുള്ള ഒരു ജനതയായി, കുടുംബമായി, സമൂഹമായി തീരാൻ അനുഗ്രഹിക്കണമേ. നമുക്ക് ഒരു നിമിഷ സമയം കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഉദ്ധിതനായി ഈശോയോട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് അവിടുത്തെ കൃപയ്ക്കായി, സമാധാനത്തിനായി പ്രാർത്ഥിക്കാം.